ബാബാ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരാസുന്ദരി. എത്ര ഡിസ്കോത്തിക്കായിട്ട് പാട്ട് പാടിയിട്ടും മനസ്സിന്റെ വിങ്കൽ അങ്ങോട്ട് മാറില്ല. ഓ ഇവിടുന്ന് എന്താ പറ്റിയ പറഞ്ഞോണ്ട് ചെവി കേട്ടില്ല, ക്ഷമിക്കുക. അത് ആരാണ്? എന്റെ പേര് പ്രസന്നൻ. പ്രസന്നൻ എന്താ പറ്റിയേ? ഞാൻ ഈ അടുത്താണ് കല്യാണം കഴിച്ചതേ. ഓ, ഇപ്പൊ ഈ അടുത്താണോ കല്യാണം കഴിച്ചത്? അതെ. അപ്പൊ എന്റെ അടുത്ത് എന്റെ പരിചയമുള്ളവരൊക്കെ പറഞ്ഞു, അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന ഇവളുമാരൊന്നും വേണ്ടാന്ന്. പക്ഷെ എന്റെ മനസാന്നിധ്യം കൊണ്ട് ഞാൻ ഈ കിണറ്റിലെടുത്ത് അങ്ങോട്ട് ചാടി. അപ്പോഴോ അതില് വെള്ളമില്ല. അതാണ് ഉണ്ടായത്. ഞാനുള്ളോ ഇപ്പോഴാണല്ലോ കല്യാണം കഴിഞ്ഞത്, ഈ പെൻഷൻ പ്രായത്തില്. അപ്പോ നല്ലൊരു കുട്ടിയാവും എന്താവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കെട്ടിയപ്പോ ഇവളാണെങ്കിൽ ഒരു പണി എടുക്കൂല. ഇവളുടെ പ്രധാന ഹോബി എന്ന് വെച്ചാല് കേൾക്കണട്ടോ, TV ഇരുന്ന് കാണലാണ്. മൂട്ടില് പടക്കം വെച്ച് പൊട്ടിച്ചാലും പടക്കം കാണിക്കാന്നല്ലാണ്ട് ഇവള് എനിക്ക് പോവില്ല. ഈ പരസ്യങ്ങൾ കണ്ടിട്ട് വീട്ടിലേക്ക് ഈ സാധനങ്ങൾ മേടിച്ച് കൂട്ടാന്നല്ലാണ്ട് വീട്ടിലൊരു പണിയെടുക്കില്ല. ഇവളുടെ പേര് ജാനകി എന്നാണെങ്കിലും എന്തെങ്കിലും പണി പറഞ്ഞ ഇവള് ഉഷാദുപ്പാ. ഇവളെന്താ പറയാന്നറിയോ, എനിക്ക് ഈ പണിയൊന്നും അറിയില്ല എന്ന് ചേട്ടനെ അറിഞ്ഞൂടെ. അതുകൊണ്ടെന്താ വീട്ടിലെ കിച്ചൺ മുഴുവൻ ക്ലീനാ, നോ കറ നോ പാട്. ആകെ ഉള്ളൊരു പാട് വെച്ചാൽ എൻ്റെ ഇത്തിരി കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. ഇവളുണ്ടല്ലോ 2-in-1 ഓഫർ കിട്ടിയ വിടില്ല. അന്ന് ആ സാധനങ്ങൾ മുഴുവൻ മേടിച്ചിട്ടേ വരുള്ളൂ. നേരെ മറിച്ച് ഇവളുടെ അനിയത്തിയെ കാണിച്ചിട്ട് ഇവളുടെ അച്ഛൻ എന്നോട് ഈ 2-in-1 ഓഫർ പറഞ്ഞെങ്കിൽ ഞാൻ കുറച്ചെങ്കിലും ഹാപ്പി ആയിരുന്നു. ഇതാ നടക്കില്ല. പിന്നെ ആകെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് ഇവള് പർച്ചേസ് ചെയ്ത കൂട്ടത്തില് വെജിറ്റബിൾ കട്ടർ വാങ്ങിച്ചു. അതൊരു ഉപകാരമായി. എന്നുവെച്ചാ ചേട്ടനാണോ വീട്ടിലെ പണിയൊക്കെ എടുക്കുന്നത്? അതെന്താ ചോദിക്കാനുള്ളത്? ഞാനുണ്ടല്ലോ കോഴിക്കാലല്ലാണ്ട് ഒരുത്തിയുടെ കാലം ഇന്നേ വരെ പിടിച്ചിട്ടില്ല, സമ്മതിച്ചിട്ടുമില്ല. കഴിഞ്ഞ ദിവസം ഒരു വിഷയം ഉണ്ടായി. ഞാൻ ചോദിച്ചേ, ഞാൻ ലേശം ദോശമാവ് മേടിച്ചിട്ട് കൊണ്ടുവരട്ടെ വീട്ടിലേക്ക്? അവളുടെ കൈ കൊണ്ട് കഴിച്ച് ഒരു മരണം അടഞ്ഞാലും കുഴപ്പമില്ല, ഒരു പൂതി കൊണ്ട് ചോദിച്ചതാണ്. അതിന് അവള് പറയണേ, ചേട്ടാ ദോശമാവ് എന്തിനാ വാങ്ങണേ, ചേട്ടനത് ബുദ്ധിമുട്ടാവില്ലേ ദോശ ഉണ്ടാക്കാൻ, അതിന് ചേട്ടനൊരു ദോശ മേടിച്ചിട്ട് വന്നുകൂടെയെന്ന്. ഈ ചൂടായി കിടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവരെ മേക്കാൻ ഭയങ്കര പാടാ. എന്താ അറിയോ, ഇവരെ ഇനിയും സ്കെയില് വെച്ചിട്ട് വരച്ചില്ല പ്രശ്ന. ഈ സ്കെയിലും പെൻസിലും തമ്മിൽ എന്താ വ്യത്യാസം അറിയോ? പേപ്പറിൽ സ്കെയില് വെച്ച് വരച്ചില്ലെങ്കിൽ വര തോന്നിയോടെ പോവും. അതാണ് എൻ്റെ പ്രശ്നം. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ എന്തോ പറയാൻ വന്നു, അത് മറന്നിരിക്കണു. ഒരു മിനിറ്റ് നോക്കട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞിട്ടല്ലേ നോക്കുന്നേ? അതായത് ടെൻഷൻ വന്ന അങ്ങനെയാ. ഗുളിക കൊണ്ടുവന്നുണ്ട്, ഗുളിക കഴിച്ചിട്ട് ബാക്കി തുടരാം. എവിടെ അത് പോയോ? കിട്ടി. ലേശം വെള്ളം കുടിക്കട്ടെ, ബുദ്ധിപരമായ നീക്കം. ഞാൻ അങ്ങോട്ട് ചോദിക്കാം, എന്താ പേര്? ഡയാന. 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 എന്റെ പരവെന്നുള്ള ഒരു മൂത്താപ്പാടെ അതേ മുഖഛായ. മൂത്താപ്പ പോയതാണോ? അല്ല, പുള്ളി ജീവനോടുണ്ട്. ഏകദേശം ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇതേ പ്രായമാണോ? അതെ. കെട്ടിയതാണോ? കെട്ടിയില്ലാച്ച കെട്ടണ്ടെന്ന് പറഞ്ഞോളൂ. അനുഭവം. എന്ത് പറയാൻ വന്നല്ലോ, പേര് അത്രേ ഉള്ളൂ. മിണ്ടരുത്, പറഞ്ഞു ഏൽപ്പിച്ചതൊക്കെ തെറ്റിച്ചിട്ട് ഇനിയിപ്പോ ഞാനുണ്ടല്ലോ ഇവളോട് ചോദിക്കും, എന്തെങ്കിലും പണി ചെയ്താ ഇവള് പറഞ്ഞത് എനിക്ക് ഒരു പണി അറിയില്ലാന്ന്. എന്തെങ്കിലും ശ്രമിച്ചാലല്ലേ നമുക്ക് ഇതിനെക്കുറിച്ച് വല്ല അറിവുണ്ടാവുള്ളൂ. ചായപ്പൊടി മേടിക്കും, ചായ ഉണ്ടാക്കില്ല. പുട്ടുപൊടി മേടിക്കും, പുട്ടുണ്ടാക്കില്ല. അവസാനം ഗതി കെട്ടിട്ട് ഞാനൊരു ബേബി സോപ്പ് മേടിച്ച് ട്രൈ ചെയ്തു, സഹകരിച്ചില്ല. ഈ മുരിങ്ങക്കായൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഒരു ഉപകാരവും ഇല്ല, വെറുതെ ഒരു പൂതിക്ക് മേടിച്ചു എന്നുള്ളൂ. ചേട്ടന്റെ ഭാര്യ എനിക്കൊന്നു പരിചയപ്പെട്ട് കാഴ്ച എന്താ വഴിയുണ്ടോ? ഏതാ ഈ ശുനകൻ?
ഞാനിപ്പോ എന്തോരം പറഞ്ഞതെന്താ, എനിക്ക് മര്യാദക്കൊന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന്. ഫൂൾ. ചേട്ടാ ചേട്ടൻ ഇവിടെ ഈ കലിപ്പൊക്കെ കാണിച്ചിട്ട് ഭാര്യ പറഞ്ഞാൽ പേടിക്കുന്നൊക്കെ പറയുന്നതിലൊരു അർത്ഥമില്ല കേട്ടോ. എന്താ ചേട്ടൻ ഇവിടെ ഈ കലിപ്പൊക്കെ കാണിച്ചിട്ടേ ഭാര്യയെ പേടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ടെററാണെങ്കിലും നാട്ടുകാരുടെ മുന്നിൽ കുറച്ച് മാന്യത കാണിക്കാറുണ്ട്. എന്താ സുഖല്ലേ? അതെ, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് കേക്ക് എന്താ വില 1 കിലോ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ വല്ല ബേക്കറിയിൽ പോയി ചോദിച്ചോളാം. അല്ലല്ല, കേക്ക് ഏത് പല കേക്കുകളുണ്ട്. ഏതാ വേണ്ടത്? വേണ്ടത് വെച്ചപ്പോ പൂവൊക്കെ ഉള്ള അങ്ങനെ ഭംഗിയുള്ള പാൻചോ, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, റെയിൻബോ കേക്ക്, ഇത്രയും കേക്കൊക്കെ ഉണ്ടോ? പ്ലം കേക്ക് എന്ന് പറഞ്ഞ സാധനമില്ലേ? പ്ലം കേക്ക്. പ്ലം കേക്ക് ഉണ്ട്. അതെന്താ വില കിലോ? അത് ഒരു 800-900 രൂപയ്ക്ക് ആയിരിക്കും. വരൂല്ലേ? എന്നാ വേണ്ട, ഞാൻ പോവാ. എന്തുപറ്റി? സമയത്തിന് പോയില്ലെങ്കിൽ അവള് ചിലപ്പോ മുരിങ്ങക്കായ പ്രയോഗിച്ചാലോ. എന്തൊക്കെ പണി എടുക്കും വീട്ടില്? ശരിക്കും വീട്ടിലെല്ലാ പണിയും ഞാൻ തന്നെ എടുക്കണത്. അതിപ്പോ എത്ര വയസ്സ് വ്യത്യാസമുണ്ട് നിങ്ങൾ തമ്മിൽ? ഞങ്ങളൊരു 20-22 വയസ്സിന് അത്രയും വയസ്സിന്റെ വ്യത്യാസമുണ്ട്. അതപ്പോ ആ പെൺകുട്ടി നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ടിട്ട് തന്നെ കെട്ടിയതാണോ? ആണെന്നാണ് അപ്പ പറഞ്ഞത്. ഇപ്പൊ എന്തു പറ്റി? ഇപ്പൊ എന്താന്നറിയില്ല, പഴയ പോലെ ഒരു ആവേശമില്ല. അപ്പൊ നിങ്ങൾ ഫിനാൻഷ്യലി നല്ല സൗണ്ട് ആയിട്ടിരിക്കുന്നത് കൊണ്ട് കൊതിയായിട്ടായിരിക്കും, പൈസക്ക് വേണ്ടിയായിരിക്കും അല്ലേ? അതന്നെ അതന്നെ. ഇപ്പൊ വല്ല പെൻഷനോ ശമ്പളോ സ്വത്തോ ഭൂസ്വത്തോ ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ ഇപ്പൊ ലോണിലാണ് ഓർഡറിന് പർച്ചേസ് വരെ. അപ്പൊ ഇനി എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്ന വീട്ടിൽ? ഇന്നിപ്പോ ഇത് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയില്ല. പരിപ്പ് വെച്ചിട്ട് വല്ല കോല് കറി ഉണ്ടാക്കിയാലോ എന്നൊരു ആലോചന ഉണ്ട്. തക്കാളി ഇട്ട് വാങ്ങാനും മറന്നുപോയി. മറവിക്കുള്ള മരുന്ന് ഓർമ്മയില്ലേ? കയ്യിലുണ്ട്. ഞാനുണ്ടല്ലോ എല്ലായിടത്തും പോയി പെണ്ണ് അന്വേഷിച്ചിട്ടുള്ളതാ. നടന്നില്ല, കല്യാണ പ്രായത്തിൽ നടന്നില്ല, പെൻഷൻ പ്രായത്തിലാ നടന്നത്. ശരി. അതെ, ഇനിയിപ്പോ കൂടുതലൊന്നും ചോദിക്കണ്ട, ഇവിടെ പറയാ യാത്ര. പോവാ.